എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റീവാലുവേഷൻ ആൻഡ് സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാൻ, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റീവാലുവേഷൻ ആൻഡ് സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി നാളെ വൈകുന്നേരം 5 മണിയോടെ അവസാനിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് മെയ് മാസം 27-ാം തീയതി നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഇതിനായി രജിസ്റ്റർ ചെയ്യാനുള്ള സമയം പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ചോദ്യമാണ്, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയാൽ എന്ത് ചെയ്യുമോ, ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുമെന്ന്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് എ പ്ലസ് മാർക്ക് നമ്മൾ എഴുതിയെടുക്കുമ്പോഴാണ് നമ്മളുടെ ഗ്രേസ് മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പ്രിയ വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എ ഗ്രേഡ് ആണ് ലഭിച്ചതെങ്കിൽ അത് A+ ആയിട്ട് മാറാൻ എന്ത് ചെയ്യും, ഗ്രേസ് മാർക്ക് സഹായിക്കും. നിങ്ങൾക്കൊരു എ ഗ്രേഡ് ഒക്കെയാണ് ലഭിക്കുന്നതെങ്കിൽ അത് A+ ആകാൻ സഹായിക്കും. എന്നിങ്ങനെ നിങ്ങളുടെ ഗ്രേഡ് നിലവാരം ഉയർത്താൻ സഹായിക്കും. എന്നാൽ A+ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ 90% മേലെ മാർക്ക് ലഭിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ 90% മേലെ മാർക്ക് ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഗ്രേസ് മാർക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം പിന്നീട് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ അവിടെ സ്ഥലമില്ലാതെ വരും. അതുകൊണ്ട് തന്നെയാണ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയ ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടും എന്നുള്ള ചോദ്യത്തിന് നഷ്ടപ്പെടുന്ന വെച്ചാൽ എ ഗ്രേഡ് ഒക്കെ A+ ആകും. ബട്ട് നിങ്ങൾക്ക് 90% മേലെ മാർക്ക് നിങ്ങൾ എഴുതിയെടുത്തു, 90% മേലെയൊക്കെ മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്യും, ഗ്രേസ് മാർക്കൊക്കെ നഷ്ടപ്പെട്ടു പോകും. കാരണം പിന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ അവിടെ സ്ഥലമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ A+ ഉള്ള വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് കിട്ടില്ല. കാരണം ഇനി ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റൂല അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്ന മൈ നെയിം ഇസ് കൃത. സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.